ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്യാൻവാസും ലൈനിങ്ങൊന്നും ഇല്ലാതെ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ബിഗിനേഴ്സിനെല്ലാം വളരെ ഹെൽപ്പാവുന്ന ഒരു വീഡിയോ കൂടിയാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു പീസ് തുണിയുടെ മാത്രം ആവശ്യമുള്ളൂ. നമുക്ക് ഈ നെക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് നല്ല പെർഫെക്ഷനിലെടുക്കാം. അപ്പോൾ ഞാനതിന് വേണ്ടി ഇപ്പോൾ രണ്ടാക്കി മടക്കിയിട്ടേക്കാണ് നമ്മളുടെ നെക്ക് കട്ട് ചെയ്യേണ്ട ക്ലോത്ത്. 3 ഇഞ്ചിലാണ് ഞാനിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ 3.5 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആം ഹോളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് എനിക്ക് 6 ഇഞ്ചിലാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണോ അതുപോലെ ഷോൾഡറും നെക്കും ആം ഹോളും എല്ലാം ഒന്ന് മാർക്ക് ചെയ്തിടുക. ഞാൻ 1 ഇഞ്ചിൽ ഗ്യാപ്പ് കൊടുത്തിട്ട് ഒന്ന് കർവ് ചെയ്ത് കൂടിയിടുകയാണ്. ക്യാൻവാസ് ഒന്നും വെച്ച് നെക്ക് ചെയ്യാത്തവർക്ക് ഈ ഒരു മെത്തേഡ് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ ഒരു പീസ് തുണിയിലാണ് നെക്ക് കട്ട് ചെയ്തെടുത്ത് ഇതിൽ ചെയ്യുന്നത്. അത് ഞാൻ 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്യാൻവാസ് വെച്ച് നെക്ക് ചെയ്യുന്നതിനാണ് നമുക്ക് എപ്പോഴും നല്ല പെർഫെക്ഷനിൽ കിട്ടുന്നത്. ഇത് അതുപോലെ തന്നെ ഈ നെക്കിനും പെർഫെക്ഷൻ കിട്ടാനായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കേണ്ട ഒരു തുണിയുണ്ടല്ലോ, അത് കട്ട് പീസ് നമ്മൾ കുറച്ച് കട്ടിയുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ പെർഫെക്ഷനിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 6 ഇഞ്ചിനുള്ളിൽ വരുന്ന രീതിയിലാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് ഞാൻ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്യാനും താഴെ ഹോളായിട്ട് ഒരു 1.5 ഇഞ്ച് അകലം എടുക്കുന്നത് നമുക്ക് 2 ഇഞ്ച് വരും. മടക്കി അടിച്ച് അത് ഷേപ്പ് ചെയ്ത് മടക്കി അടിക്കുമ്പോൾ 2 ഇഞ്ച് വരും. അപ്പോൾ 6 ഇഞ്ച് അകലത്തിൽ കിട്ടുന്ന രീതിയിലാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ ഒപ്പം ഒരു 2 ഇഞ്ച് കൂടി എക്സ്ട്രാ കൂട്ടി ഒരു 8 ഇഞ്ച് ലെങ്തിലെ തുണിയാണ് നമുക്ക് വേണ്ടത്. 3 ഇഞ്ചിലാണ് വിഡ്ത്ത് മാർക്ക് ചെയ്തത്. അപ്പോൾ 3 ഇഞ്ചിനെക്കാട്ടും ഒരു 1.5 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വിഡ്ത്തും വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പീസ് കട്ട് ചെയ്ത് ഇതേപോലെ എടുത്തിട്ട് അത് രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട നെക്കിൻ്റെ വിഡ്ത്തിനേക്കാളും ഒരു 1-1.5 ഇഞ്ച് എക്സ്ട്രാ ആണ് നമ്മൾ ഈ തുണി കട്ട് ചെയ്തെടുക്കേണ്ടത്. ലെങ്ത്തും അതുപോലെ തന്നെ. ലെങ്ത്ത് ഞാനിപ്പോൾ 8 ഇഞ്ചിലും വിഡ്ത്ത് ഒരു 4 ഇഞ്ചിലും ആണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ തുണി കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതെങ്ങനെയാണ് താഴെ വെച്ച് കൊടുത്ത് നെക്ക് അടിച്ചെടുക്കുന്നത് നോക്കാം. 8 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ ഇതേപോലെ ഞാൻ സ്കെയിൽ വെച്ച് ഒന്ന് വരച്ച് കൊടുത്തു. അതുപോലെ തന്നെ 4 ഇഞ്ച് വിഡ്ത്തിൽ മാർക്ക് ചെയ്ത പോയിൻറ്റിലും ഇതുപോലെ ഒന്ന് വരച്ച് അത് ജോയിൻ ചെയ്ത് കൊടുത്തു. ഈ കാണുന്ന സ്ക്വയർ പീസാണ് അപ്പോൾ നമുക്ക് നെക്ക് അടിച്ചെടുക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇതെങ്ങനെയാണ് അപ്പോൾ എത്രത്തോളം തുണി നമുക്കിതുപോലെ വേണം എന്നറിയാനാണ് ഞാൻ ഇതുപോലെ അളവെടുത്ത് ഒരു കട്ട് പീസിൽ കാണിച്ചു തന്നത്. എന്നിട്ട് നമ്മളുടെ മെയിൻ ക്ലോത്ത് അതിൻ്റെ മീതെ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് സൈഡിലും മുകളിലത്തെയും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കറക്റ്റായിട്ട് താഴെ വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട്, ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരു പിൻ ചെയ്ത് ഇതേപോലെ വെച്ചാൽ നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതെ കറക്റ്റ് കിട്ടും. 3 ഇഞ്ച് വിഡ്ത്തിൽ ഞാനപ്പോൾ ഒരു മാർക്കിംഗ് കൊടുത്തു. ഇനി താഴെ 4 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ആദ്യം മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഒരു 1.5 ഇഞ്ചിൽ നമ്മൾ ഹോളിന് വേണ്ടി മാർക്ക് ചെയ്യുന്നുണ്ട്. വെച്ച് വരുമ്പോഴേക്കും ഒരു 2 ഇഞ്ച് വരും. അപ്പോൾ 4ഉം 2ഉം കൂടി 6 ഇഞ്ച് ആയിരിക്കും നമ്മളുടെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ ഒപ്പം ഇതുപോലെ 2 ഇഞ്ച് കുറച്ചിട്ട് ആദ്യം മാർക്ക് ചെയ്യുക. ഈ നെക്കാണ് ചെയ്യുന്നതെങ്കിൽ അതുപോലെ വേണം മാർക്ക് ചെയ്യാനായിട്ട്. അതല്ല നിങ്ങൾ ഇതുപോലെ സ്ക്വയറോ റൗണ്ടോ ഏതാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോർമൽ നമ്മൾ നെക്ക് വരക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് വരച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ആ കോർണറിൽ ഇതേപോലെ 1 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തു. എന്നിട്ട് അതൊന്ന് കർവ് ചെയ്ത് ഇതേപോലെ റൗണ്ടാക്കി വരക്കണം. അല്ലാതെ നമുക്ക് റൗണ്ട് ചെയ്ത് വരക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ വരച്ചെടുത്താലും മതിയാവും. എന്നിട്ട് നമുക്ക് താഴെയും ഇതേപോലെ 1.5 ഇഞ്ചിൽ ഗ്യാപ്പ് കൊടുത്തല്ലോ, അവിടെ ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചെടുക്കാം. നമ്മൾ ഏത് നെക്കാണോ വരക്കുന്നത് ആ നെക്ക് ഇതിൽ അതുപോലെ തന്നെ നമ്മുടെ അളവിൽ വരച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിതിങ്ങനെ വരച്ചെടുത്തു. എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 4 ഇഞ്ചും 1.5 ഇഞ്ചും കൂടി കൂട്ടി 5.5 ഇഞ്ചിലാണ് നെക്ക് വരച്ചെടുത്തത്. എന്നിട്ട് ഇവിടെ നമുക്ക് അടിച്ച് പോകുമ്പോൾ കുറച്ച് സീം അലവൻസും കൂടി വേണ്ടി വരും. അതിന് കൂടിയാണ് ഞാൻ 6 ഇഞ്ചിൽ നെക്ക് ലെങ്ത്ത് വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ താഴത്തെ പീസ് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ നിവർത്തി ഇടുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്കിപ്പോൾ നെക്ക് അടിച്ച് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് കട്ട് ചെയ്ത പീസിൻ്റെ നല്ല വശം ഇതുപോലെ ഇട്ട് കൊടുക്കുക. രണ്ടിൻ്റെയും നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാനിത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ എല്ലാ സൈഡും ഒന്ന് പിൻ ചെയ്ത് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ കുറച്ച് കട്ടിയുള്ള തുണിയാണ് ഇതേപോലെ അടിച്ചു കൊടുക്കാൻ വേണ്ടി പീസിന് എടുക്കുന്നതെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു നെക്കൊക്കെ ആകുമ്പോൾ നമുക്ക് മലന്ന് പോകാതെ കിട്ടാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാനിവിടെ ഒരു ചെറിയ ലേസ് നമ്മൾ ഇതേപോലെ കെട്ട് വെച്ച് കൊടുക്കാനായിട്ട്
വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വെക്കാതെ അവോയ്ഡ് ചെയ്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇത് അടിച്ച് വരുമ്പോഴേക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴേക്കും അത് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. അതല്ലാതെ നമുക്ക് കെട്ടായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചു തുടങ്ങാം. സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലെ ഒരു ചെറിയ ഗ്യാപ്പിലിട്ടിട്ട് ഇതേപോലെ നമ്മളൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത് അകത്തുനിന്നാണ്. അകത്തുനിന്ന് ഇതേപോലെ അതിൻ്റെ കോർണറിൽ വരുന്ന രീതിയിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് അടിക്കാനുള്ളൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടേക്കണം. എന്നിട്ട് ആ കോർണറിൽ വരുന്ന രീതിയിൽ അടിച്ചെടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് നെക്ക് തിരിച്ചിടുമ്പോൾ അത് നല്ല ഭംഗിക്ക് വൃത്തിയായിട്ട് വരുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ഷേപ്പ് ഏതാണോ ആ ഷേപ്പിൻ്റെ പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ നമുക്ക് നെക്ക് കിട്ടുള്ളൂ. ഇനി ഇപ്പുറത്തെ ഭാഗത്തും നമ്മൾ ഇതുപോലെ തന്നെ 2 പീസിൻ്റെയും ഉള്ളിൽ കൂടെയാണ് നമ്മൾ കെട്ടുവെക്കാനുള്ള ലേസ് നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്. ഇതേപോലെ ഉള്ളിൽ കൂടെ കോർണറിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് വേണം നമ്മൾ നെക്ക് അടിച്ചെടുക്കാനായിട്ട്. സൈഡിൽ കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ അടിച്ചെടുക്കുക. നമ്മൾ ഈ സൈഡിലേക്ക് അടിച്ച് വരുമ്പോഴേക്കും നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്ന ലേസിൽ സ്റ്റിച്ചിങ് തട്ടാതെ വേണോട്ട് അടിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കുമ്പോഴേക്കും അതൊക്കെ നമുക്ക് മൊത്തം ക്ലിയറായിട്ട് കിട്ടില്ല. എന്നിട്ട് ഇതേപോലെ ചെറിയ നോച്ചുകൾ ഇട്ട് കൊടുക്കുക. സെൻട്രൽ പൊസിഷനിൽ ഇതുപോലെ സ്റ്റിച്ചിൽ തട്ടാതെ ഇറക്കി നമ്മൾ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പോഴേക്കും അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാതെ കുടുങ്ങിക്കിടക്കുന്ന പോലെ ഇരിക്കും. ഇനി ഇതേപോലെ നമ്മൾ തിരിച്ചിടുമ്പോഴേക്കും നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന വള്ളി വലുതായിട്ട് നമ്മൾ വലിച്ചെടുക്കരുത്. കാരണം അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് വലിച്ചാൽ നമുക്ക് പൊട്ടിപ്പോകും. അപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ വലിച്ചിട്ട് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ക്യാൻവാസ് വെക്കാതെ തന്നെ നമുക്കിത് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ഒന്ന് അയൺ ചെയ്തിട്ടാണ് അടിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. ഇനി ഇതുപോലെ നമുക്കൊന്ന് കെട്ടി വെച്ചിട്ട് നമുക്ക് നെക്ക് അടിച്ചെടുക്കാം. ബാക്ക് സൈഡ് ഇതുപോലെയാണ് അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്രണ്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. കെട്ടി വെച്ചിട്ട് അടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കറക്റ്റ് വിഡ്ത്തിൽ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയി നെക്കിൻ്റെ അകലം മാറിപ്പോകാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതേപോലെ സൈഡിൽ അറ്റത്തിട്ട് മതി അടിക്കാനായിട്ട്. ആ വള്ളി വെച്ച് ഭാഗമാകുമ്പോഴത്തേക്കും ആ വള്ളിയിൽ ഒന്ന് സ്റ്റിച്ചിങ് വരുന്ന രീതിയിൽ വേണം നമ്മൾ അത് അടിച്ച് ഫിനിഷ് ചെയ്ത് എടുക്കാനായിട്ട്. അങ്ങനെ നെക്കിൻ്റെ റൗണ്ട് ഫുള്ള് ഇതുപോലെ ഒന്ന് അരികത്തിട്ട് അടിച്ചെടുക്കുക. താഴത്തെ പീസ് മുകളിലേക്ക് കയറി വരാത്ത രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് വെച്ച് കൊടുത്ത് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഹോളൊക്കെ ഉള്ള നെക്ക് വെക്കുമ്പോഴത്തേക്കും അത് മറിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസ് എല്ലാം എന്തെങ്കിലുമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതേപോലെ കെട്ട് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ബിഗിനേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആദ്യം അങ്ങനെ ചെയ്ത് ശീലിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ബാക്ക് സൈഡ് ഇതേപോലെ മടക്കി അടിക്കണം. നമ്മൾ എക്സ്ട്രാ ഇതേപോലെ ബാക്ക് സൈഡ് എടുത്തായിരുന്നല്ലോ, ഇതേപോലെ നമുക്കൊന്ന് മടക്കി അടിച്ച് എടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് മടക്കി വെച്ച് നോക്കുക. എന്നിട്ട് ആ ഭാഗത്തെല്ലാം ഒന്ന് പിൻ ചെയ്ത് വെക്കുക. നമ്മളുടെ ഈ 3 സൈഡും ഒരേപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് മാത്രം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ പിൻ ചെയ്ത് വെക്കുമ്പോഴേക്കും ഫ്രണ്ട് ഭാഗത്ത് ചുളിവുകളൊന്നുമില്ലയെന്ന് നമ്മൾ ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഇങ്ങനെ പിൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ബാക്കിൽ ഇങ്ങനെ പിന്നൂത്തി പോകും, ഫ്രണ്ട് സൈഡ് ചുളിവുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വലിച്ച് പിടിച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഇതേപോലെ പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ സൈഡിൽ ഒരു 1 ഇഞ്ചിലാണ് മടക്കി അടിച്ചിരിക്കുന്നത്. താഴെ ഭാഗത്ത് 1 ഇഞ്ചിലധികം എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് അത്രയും ക്ലോത്ത് അപ്പോൾ താഴെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് മടക്കി അടിച്ചാലും മതിയാവും. ഇപ്പോൾ നെക്കിന് നല്ല ബലം കിട്ടുന്നതിനാണ് ഞാൻ അത്രയും വിഡ്ത്തിൽ തുണി കട്ട് ചെയ്തെടുത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ നെക്കിൻ്റെ ഷേപ്പ് ഏതാണോ ഈ ഷേപ്പ് അനുസരിച്ച് താഴത്തെ തുണി കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ അടിച്ചാലും മതിയാവും. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ആദ്യം ഇതുപോലെ അടിച്ചിട്ട് നമ്മൾ നെക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് അടിക്കുന്നതായിരിക്കും കൂടുതൽ നമുക്ക് നല്ലത്. വീഡിയോ ഹെൽപ്ഫുൾ ആയവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.